വസ്തുക്കളെ ത്യാഗിക്കുക. അത്രയൊന്നും അറിയില്ലെങ്കിൽ വേണ്ട. അമ്മ ഗംഗാദേവി, എന്റെ ശരീരത്തിന്റെ മാലിന്യങ്ങളെ തരാൻ പോവാണ്, അങ്ങയുടെ ശുദ്ധി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം 9 തുളകളുള്ള ഒരു ഓടക്കുഴലാണ് നമ്മുടെ ശരീരം. ഈ 9 തുളകളിൽ നിന്നും മാലിന്യങ്ങളാ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് മാലിന്യങ്ങൾ നിറച്ചു വെച്ച ഒരു ബക്കറ്റാണ് ഈ ശരീരം. ഇതിങ്ങനെ വരുമ്പോഴോ കാലി ബക്കറ്റാ, ഒന്നും അറിയില്ല. എല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടു പഠിച്ചു, കണ്ടു പഠിച്ചു. തിരിച്ചു പോകുമ്പോ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ട് തിരിച്ചു പോകണം. ഇങ്ങനെ നിറഞ്ഞു കൊള്ളുമ്പോഴ് എല്ലാ മസിലൊക്കെ വെച്ച് കഴിച്ചാണോ? അല്ല, അറിവിൽ ഉയർന്നു നിൽക്കണം, ഭക്തിയിൽ ഉയർന്നു നിൽക്കണം. അങ്ങനെയാണ് നടന്നു നിൽക്കേണ്ടത്. അപ്പോ ഭക്തിയിലാണ് നമ്മൾ ഉയർന്നു നിൽക്കേണ്ടത്, സമ്പത്തിലല്ല. കാരണം കള്ളം കൊണ്ടുപോകാത്ത ഒരേ ഒരു മുതൽ നമ്മൾ നേടിയ അറിവ്. ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാഭാരതത്തിന്റെ ഉത്തരം നീ നേടിയ അറിവാണ് നീ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? രമണ മഹർഷി പറഞ്ഞതുപോലെ ഈ കാലിബക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുക. 60 വയസ്സായി ഇങ്ങനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ 2 കോളം വരയ്ക്കുക. ആത്മീയമായ ഉയർച്ച, ഭൗതികമായ ഉയർച്ച, ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും. എല്ലാം ആയി, ഇതൊന്നും നേടാതില്ല, എല്ലാം നേടി കഴിഞ്ഞിട്ട് ഈ സുഖത്തിന് എന്തെന്നാ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, കോളം കാര്യമായിട്ട് കിടക്കുക. ആകെ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 14-ന് ഒരു കല്യാണത്തിന് അമ്പലത്തിൽ പോയി. നമ്മുടെ അമ്പലത്തിൽ പോക്ക് അതിനെ കുറിച്ചൊക്കെ ആചാര്യസ്വാമി വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ പാലിക്കില്ല. അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പൊ ഒരുപാട് നമുക്ക് സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നേടാൻ എളുപ്പമാണ്. പക്ഷെ ആ ഒരു വിത്ത് ഉണ്ടല്ലോ, കൃഷ്ണം എന്നുള്ള വിത്ത് നമ്മുടെ തലയിലങ്ങൾ വന്ന് വായിക്കണം. എന്റെ സർട്ടാമൊക്കെ നടത്താറില്ലേ? ആചാര്യനിൽ നിന്ന് ആദ്യം എന്താ ചൊല്ലുക? കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ ഭജപ്രിയം, കൃഷ്ണം ദീപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ഇങ്ങനെ ആചാര്യന്മാരുടെ മുന്നിൽ വന്നിരുന്ന് ഇതെല്ലാം മനസ്സിലാക്കുക. ഈ കുളിക്കുമ്പോ ശരീരം മനസ്സും ശുദ്ധമാക്കുക. അതിനെന്ത് ചെയ്യുക? ഒന്നും ചിന്തിക്കേണ്ട, വരുന്നത് വരും. അത്രയുള്ള കുട്ടികളെ പോലെ നമ്മൾ വിചാരിച്ചതൊന്നും മാറ്റാൻ കഴിയില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ആരെയൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് കൂടി വേണ്ടി. അപ്പോ എന്ത് ചെയ്യുക? കുളിക്കുമ്പോൾ നാമജപത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ശ്ലോകങ്ങളൊക്കെ അങ്ങനെ നാളിലൂടെ പോയാൽ വേറൊരു ചിന്തയിലാക്കുക. ശരീരവും മനസ്സും ശുദ്ധമായി. എന്ത് ചെയ്യണം? ആഹാരശുദ്ധി, വാക്ശുദ്ധി, ഇത് 2 വായിൽ കിടക്കുന്നതാ. ശുദ്ധമായ ആഹാരം രാവിലെയൊന്നും കഴിക്കില്ല. വൈകുന്നേരം വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കണക്കാക്കി ശുദ്ധമായ ആഹാരം കഴിക്കാവും എന്ന് മഹോത്സവമാണ്, അത് തീരുമാനിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കിടക്കേണ്ടത് കർമ്മശുദ്ധി. അതാണ് ഈ ജീവജാലങ്ങളെ കാണുമ്പോൾ കല്ലെടുത്തെറിയുന്നത്. അമ്പലത്തിലൊന്നും പോയി തീർച്ചയായിട്ടും അത് ചെയ്യരുതെന്നാണ്. കാരണം എല്ലാ ജീവജാലങ്ങളിലും എന്താ ഉള്ളത്? ഈശ്വര ചൈതന്യം. ഭഗവാൻ എന്താ പറഞ്ഞേ? സർവഭൂത നിവാസോസേ വാസുദേവാ നമസ്തുതേ. സർവഭൂതങ്ങളിലും വസിക്കുന്ന ആ വാസുദേവ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അതുകൊണ്ടാണ് ഹൈന്ദവൻ കല്ലിനെ കുറ്റി മുതൽ മുള്ളുമുരടും മുഖൻ പാണ്ഡിയെ വരെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. കാരണം അവന്റെ കണ്ണില് ദൃഷ്ടിയില് ഈ സർവ പ്രപഞ്ചത്തിനും നാഥനായി നിൽക്കുന്ന ഭഗവാന്റെ സൃഷ്ടികൾ എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അതാണ് ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. ഗീതയിൽ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം എല്ലാ പ്രാണികളിലും ആവേശിച്ചിരിക്കുന്ന വിശപ്പ് വൈശ്വാനരൻ ഞാനാകുന്നു അർജുന. അപ്പോ നമ്മൾ ജീവിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കരുണാപൂർവ്വം നമ്മളെ ഒന്ന് നോക്കും. അതാണ് വിഗ്രഹം. ഇത് മനസ്സിലാക്കി നമുക്ക് ആരെയും ഉപദ്രവിക്കാൻ തോന്നില്ല. പക്ഷേ ഈ കർമ്മശുദ്ധി പാലിക്കാതെ ഉപദ്രവിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറി വന്ന് തൊഴിൽ നമസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ അടിസ്ഥാനപരമായി അറിയേണ്ട പല കാര്യങ്ങളും ആചാര്യന്മാരിൽ നിന്ന് അങ്ങനെ അറിഞ്ഞ് ജീവിതം ആചരിക്കുക. അതാ പറഞ്ഞത് ധർമ്മോ രക്ഷിത. അതായത് ധർമ്മത്തിലൂടെ ചരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ധർമ്മം തന്നെ രക്ഷിക്കും. മഹാഭാരതം തുടർച്ചയായി പറയുന്നുണ്ട്, ദൈവമെന്നേ ബലം നാസ്തി. ദൈവം ഇല്ല, ഈശ്വരീയമായ യാതൊരു ചിന്തയും ഇല്ല, ഈശ്വരന്റെ സഹായം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു പേരും അതിനുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? ഈശ്വരീയമായ കാര്യങ്ങൾ കിട്ടുന്ന സദസ്സുകളിൽ വന്നിരിക്കുക. ഈശ്വരനായി തന്നെ മാറുന്ന അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യം കയ്യും ഒക്കെ വേദനയുള്ളവരാ അങ്ങനെ ഇരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 ആയാലും ഇരിക്കും.
ചോദിച്ചപ്പോ പറയാ, എനിക്ക് ഇതൊന്നും കേൾക്കണ്ട, ഭഗവാന്റെ അവതാര കഥകളെല്ലാം ഞാൻ കേട്ടു, എന്റെ മനസ്സിനെ പൂർണ്ണമായും കൃഷ്ണനിൽ വെച്ചുകൊണ്ട് ഈ ശരീരം വിടാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും നിനക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ പരീക്ഷിത് മഹാരാജാവേ എന്ന് ചോദിക്കുമ്പോ പറയുന്ന ഉത്തരം, കണക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഈ ശരീരം എങ്ങനെയാ ഈ ആത്മാവിനെ, ഈ നേടിയ അറിവിനെ, ഈ ജീവനെ ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ട് ശരീരം വിടാൻ തയ്യാറാണ്. ഇങ്ങനെ മനസ്സ് തുറന്ന് ഞാൻ ഇപ്പൊ ഇതിന് തയ്യാറാ എന്ന് പറയാൻ നമ്മളുടെ പാകം വരണം. നമ്മൾ പാകം വന്നിട്ടോ ശരിയുടെ ഭഗവാൻ അമ്പലത്തിൽ ഓരോ തവണ വരുമ്പോഴും നമ്മുടെ ജനങ്ങൾ വരുമ്പോ അവര് കാണുന്നത് ഇതൊക്കെ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കയറി വരുന്നത്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കർമ്മസാക്ഷി, അതാണ് നമ്മൾ സൂര്യഭഗവാനെ പറയുകയും നമ്മൾ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിലോ ഇനിയും ജന്മം എടുക്കണ്ട. എല്ലാവരും പഠിപ്പിക്കും ഈ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകരുത്. പക്ഷേ ഹൈന്ദവൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഹൈന്ദവന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത് നിനക്ക് സ്വർഗവും വേണ്ട നരകവും വേണ്ട. അത് മഹാഭാരത കഥയിൽ പറയുന്നുണ്ട്. കാരണം നാട്ടിലുള്ളവരെല്ലാം നമ്മളെ കുറിച്ച് സ്തുതിച്ച് പാടി കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിൽ തന്നെ അവിടെ ഇരിക്കത്തില്ല. നമ്മളെ സ്വർഗമായിട്ട് നമുക്ക് എന്തും പഞ്ചസാര കുറിച്ച് പഠിപ്പില്ലേ? സുഖം അല്ലാതെ നമുക്ക് വേണ്ടാവില്ല. ദുഃഖം ഉള്ളത് കൊണ്ടാണ് സുഖത്തിന് വില. സുഖം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോഭാവം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇതാണ് സുഖം. നിങ്ങളുടെ കൂടെ ഒരു വിശ്വാസമില്ലാത്തൊരു മരുവുണ്ടെങ്കിലോ അവൾക്ക് ദുഃഖം. നമ്മുടെ മനോഭാവമാണ് സുഖവും ദുഃഖവും എന്നുള്ള അവസ്ഥ. ഈ നരകത്തിൽ കിടക്കുന്ന ആളോ നമ്മുടെ ഭൂമിയിൽ ഇരുന്ന് ആ വ്യക്തിയെ കുറിച്ച് എത്ര കാലം ദൂഷിച്ചു പറയുന്നു അത്ര കാലം നരകത്തിലാണ്. എല്ലാവരും പൈര് മാറി ആ തലമുറ തന്നെ പോയി. മന്ത്രിമാരെ കുറിച്ചൊക്കെ ചിന്തിച്ചാലറിയാം. അപ്പോ അയാൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് സ്വർഗത്തിലും നരകത്തിലും ഇരുന്ന് നമ്മളുടെ എല്ലാ കർമ്മഫലവും അനുഭവിച്ചു കഴിഞ്ഞാൽ പുണ്യവും പാപവും തീരുമ്പോൾ വീണ്ടും ലൈഫ് സൈക്കിൾ ജീവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന് പതിക്കും ആ ആത്മാവ്. വർഷമായി പതിക്കുന്ന അടിയിലൂടെ പതിക്കുന്ന ആ ആത്മാവ് വേരുകളിലൂടെ ഫലങ്ങളിൽ കയറി ആ ഫലം കഴിക്കുന്ന പുരുഷന്റെ രേതസ്സായി സ്ത്രീ യോനിയിൽ പ്രവേശിച്ച് അത് പട്ടിയാവാം പൂച്ചയാവാം നമ്മളുടെ കർമ്മഫലം പോലെ മനുഷ്യനാവാം. പക്ഷേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യാൻ കഴിവുള്ളവൻ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം. നമ്മൾ പറയും വിവേകബുദ്ധിയുള്ളത് കൊണ്ടാണ് ആ മനനം ചെയ്യാനുള്ള കഴിവ്. ഇത് നല്ലതും തീയതും തിരിച്ചറിയാനുള്ള കഴിവ് വിവേകബുദ്ധി എന്നത് മനുഷ്യന് മാത്രം. അപ്പൊ കുറെ കാലം നമ്മൾ ജീവിച്ചു, ഒരുപാട് സുഖങ്ങൾ നേടി. പക്ഷേ പുറത്ത് കിടക്കുന്ന BMW കാറ് രക്ഷിക്കോ നമ്മളെ മരണസമയത്ത്? അപ്പോ അനിവാര്യമായ ആ സമയത്തിന്റെ ആളാണ് മഹാഭാരതൻ. ആ സമയത്തിൽ നമ്മെ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന സനാതനമല്ലാത്ത ആ സമയത്തിൽ നിന്നുകൊണ്ട് സനാതനത്തിൽ നിൽക്കുന്ന ആ ഭഗവാനിലേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ആ ഒരു ആത്മസാക്ഷാത്കാരം നേടാനായിരിക്കണം നമ്മളുടെ ആത്മീയമായ യാത്ര. അത് ചിലപ്പോൾ LKG നിൽക്കുന്നവരുണ്ടാവാം. LKG പറഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുത് മടങ്ങി വരുന്ന മാത്രം. ഈ LKG ഇരുന്നാൽ മതിയോ? 60 വയസ്സായിട്ട് LKG ഇരിക്കുന്നവരെ എനിക്കറിയാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് PhD എടുക്കണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം. അതുപോലെ ആത്മീയമായ യാത്ര എങ്ങനെ തുടരുമ്പോ ഞാൻ പാനയിൽ ഒരു ശ്ലോകം പറഞ്ഞതുപോലെ രണ്ടാമത് എടുക്കുന്ന ഹരിനാമകീർത്തനം പറയുന്നുണ്ട്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തൊന്നായ വേണമിഹ തൊന്നതാകിരം ജ്ഞാനിതെന്ന വഴി നാരായണായ നമ. ഈ വരികൾ നമുക്കൊക്കെ അറിയാലേ. ആദ്യം എന്താ പറയുന്നത്? ആനന്ദ ചിന്മയ. ഭാഗവതം എങ്ങനെയാ തുടങ്ങുന്നത്? സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സച്ചിദാനന്ദൻ. ആരാ സച്ചിദാനന്ദം അനുഭവിക്കുന്നത്? നാരദ മഹർഷി സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് വീണാവണിയായി ലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. എത്രയോ ജന്മങ്ങൾ, 7 ജന്മങ്ങൾ എടുത്തിട്ടാണ് നാരദ മഹർഷി പോലും ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനത്തിൽ എത്തിയത്. അപ്പോ നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തു. ചെറിയ എന്തോ സുഹൃതം, ഉജ്ജന്മ സുഹൃതം ഉള്ളത് കൊണ്ടാണ് ആത്മീയത്തിലേക്ക് ഒന്ന് എത്തി നോക്കണം എന്ന് തോന്നിയത്. ലോകത്തിന്റെ എല്ലാ കോണിലുള്ളവരും ഭാരതത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാരതത്തിലുള്ളവരോ ഇതൊന്നും അറിയുന്നില്ല. ഈ ആനന്ദ ചിന്മയ
ഹരേ ഗോപികാരമണ. ഗോപികമാര് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ അച്ഛനമ്മമാര് പറയും ടീച്ചറെ എനിക്ക് കണ്ണൊന്നും പെടുത്തിയില്ല, വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. ടീച്ചർ പറഞ്ഞു ഗ്രന്ഥത്തിലൂടെ പോകണം. എന്തേ വെള്ളൂന്നറിയോ? നാമജപം മാത്രം മതി. നാമം അഗ്നിയെ പോലെയാണ്. തൊട്ടാലും അറിയാതെ തൊട്ടാലും അത് കൊള്ളും. അതുപോലെ നമ്മളിവിടെ വന്നു മഹാമന്ത്രമായ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചു. ദേവിയുടെ മുന്നിൽ നിന്നിട്ട് അമ്മേ നാരായണം എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട. സന്താനോപനിഷത്തിൽ പറയുന്ന ഷോഡശാക്ഷരി മന്ത്രമായ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്ര മതി. 16 മന്ത്രങ്ങൾ ജപിച്ചു. ഒരു സാഹിബിന്റെ കൂടി ഇരുന്ന് പറഞ്ഞു വീഴുക. ഞാൻ എല്ലാ ദിവസവും 21 തവണ ചാൻഡ് ചെയ്യും. എന്ത്? ഈ ഹരേ രാമ മന്ത്രം. നമ്മൾ എത്ര തവണ ഒരു ദിവസം ചെയ്യാറുള്ള മഹാമന്ത്ര. കരിദോഷം തീർക്കാൻ വേണ്ടി മഹാപാപികളായ പാപങ്ങളെ ജനിച്ചത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ത്? മഹാമന്ത്രം. അത് ചൊല്ലിയാൽ മാത്രം മതി. ഇത്രേ വേണ്ടൂ. കാരണം ഭക്തി മാത്രം മതി മോക്ഷം കിട്ടാൻ. മറ്റുള്ള യുഗങ്ങളിൽ കൃതം ത്രേതം ദ്വാപരം എന്ന് പറയുന്ന യുഗങ്ങളിൽ ഒരുപാട് കഠിനമായ തപസ്, വലിയ വലിയ യാഗങ്ങൾ, അശ്വമേധ യാഗങ്ങൾ, പൂജകൾ എല്ലാം വേണമായിരുന്നു. പക്ഷേ മണിക്കൂർ കണക്കിൽ ധ്യാനിക്കാൻ പോയിട്ട് 5 മിനിറ്റ് ഇരിക്കാൻ വയ്യാത്തവരാണ് നമ്മൾ, അല്ലെ? ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ആ ഒരു ശൈലി നമ്മളാണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? മഹാമന്ത്രമായ ഒരു ഹരേരാമ മന്ത്രമെങ്കിലും ഒരു ദിവസത്തിൽ 10 മിനിറ്റ് മാറി എന്ന് ചൊല്ലാം. കാരണം ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് കണ്ണടച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഞാൻ ആരാണ്? എന്തിനാണ് ജന്മം കിട്ടിയത്? ഞാൻ എവിടെ നിന്ന് വന്നു? അപ്പുറത്തെ മുത്തശ്ശൻ മരിച്ചു, ഇപ്പുറത്തെ മുത്തശ്ശി മരിച്ചു. എന്റെ സ്വന്തക്കാരായ ആരും വലിയ കൊലയിലില്ല. മൂത്തവൻ ഞാനാ, അടുത്തത് എന്റെ ചാൻസാ. ആ ടോക്കൺ എടുക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാനുഭൂതി അനുഭവിക്കണം എന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. അതങ്ങനെ അടിവരയിടുക. എനിക്കൊരു കാർ വാങ്ങണം. ഇപ്പോഴത്തെ ജനറേഷൻ അത് വാങ്ങും. അതുപോലെ അങ്ങനെ ആയിരിക്കണം. എനിക്ക് മോക്ഷം വേണം. ഈ ജന്മം കിട്ടിയില്ലെങ്കിലും ഒരുപാട് ഭക്തി അറിവ് നേടിയ ഭക്തിയിൽ അങ്ങനെ ഉയർന്നു നിന്നാൽ അടുത്ത ജന്മത്തിൽ ഇതേ സംസ്കാരമുള്ള ഇതുപോലെ ക്ഷേത്രങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ വന്ന് ജീവിക്കും. അപ്പോ ഇതിവിടെ ഉണ്ടായിരിക്കും. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഗീത എടുത്തു വെച്ച് വെറുതെ നോക്കിയതാ. അപ്പോ 18 അധ്യായങ്ങളിലും 18 ശ്ലോകങ്ങൾ ഇമ്പോർട്ടൻ്റാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കുറിപ്പ് വായിച്ചതാണ്. അപ്പൊ ഞാൻ ഓരോന്ന് നോക്കിയപ്പോ ആദ്യം കണ്ട ശ്ലോകമാണ് 9-ാം അധ്യായത്തിലെ ഒരു ശ്ലോകം. വെറുതെ ഒന്ന് വായിച്ചു. അപ്പൊ പുതുത് പഠിക്കണം. അപ്പോ കാണാം മാമേ വൈശ്യസി വായിച്ചതാ. അപ്പോഴേ ഇവിടെ സ്റ്റക്കായി. ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് പറയുന്ന ചോദ്യം ഉജ്ജന്മ സുഹൃതം. കാരണം ഇപ്പൊ തുടങ്ങിയതാവില്ല. ഈ പ്രാർത്ഥന എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എത്രയോ ജന്മങ്ങൾ കിട്ടിയപ്പോ ഇവിടെ ഉണ്ട്. എന്താ എഡ്യൂക്കേഷൻ? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ സന്യാസ സഭയുടെ മുകളിൽ നിൽക്കുന്ന യുവ കോമളനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മനുഷ്യന് ഓൾറെഡി ഉണ്ട്. ഈ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ട്. ഒന്ന് പൊടിതട്ടി എടുത്തേ വരുള്ളൂ. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിവരമൊക്കെ നമുക്ക് എവിടെ ഇരിക്കുന്നുണ്ട്? അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് എന്ത് ചെയ്യണം? ഗീതയിലൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത്ര പെട്ടെന്ന് എങ്ങനെ ഞാൻ ഗീതാശ്ലോകം പഠിച്ചു. എത്ര ശ്ലോകം എനിക്ക് ഗീതയിൽ അറിയാം. വൈകിട്ട് പഠിക്കലല്ല കേട്ടോ പ്രധാനം. പക്ഷെ അതൊന്ന് വായിക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ സ്റ്റക്കാവുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത് കിട്ടുന്നു നമ്മൾ സ്വയം ചിന്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്യം. കുറെ കുട്ടികളെ നമുക്ക് കുറെ അടിച്ചു വരുത്തോളത്തിലല്ലേ? വീട്ടിലെ സ്ത്രീകളുടെ കാര്യം കഷ്ടം. പ്രത്യേകിച്ചും ഹൗസ് വൈഫ് എന്നുള്ള ഒരു പട്ടം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കൂടിയുള്ളവരെ കാര്യം പറയും വേണ്ട. അത് കഴിഞ്ഞിട്ടോ പുറത്തു പോയി ജോലി ചെയ്യുന്നവരോ ഇവിടെ തുറന്നെടുത്താൽ അവർക്ക് ഇല്ലാതെ ഉണ്ടാക്കി തന്നെ ഇരുന്നാൽ മതി. എനിക്ക് വെളിച്ചാമേനൊക്കെ പോകണമെന്നാണ് അവരുടെ പരാതി. അപ്പൊ മൊത്തത്തിലെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങാം. 8 മണിക്കൂർ ജോലി ചെയ്താലും ബാക്കി 8 മണിക്കൂർ ബാക്കിയാണ്. അപ്പൊ ആ 8 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾ മെഡിറ്റേഷൻ തുടങ്ങി നോക്കൂ. ധ്യാനം സ്വർണ്ണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നമ്മൾ ആശ്രയിക്കണം. ഞാൻ
ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തുമ്പോ 3 തവണ ഉണ്ടയേറ്റപ്പോഴും ഗാന്ധിജി വിളിച്ചത് ഹേ റാം എന്നായിരുന്നു. നമുക്കത് വിളിക്കാൻ തോന്നുന്നുണ്ടോ? പലരും ഈ സംസ്കാരമില്ലാത്തവർ മരിച്ചു പോകുന്നുണ്ട്. കണ്ണു തുറപ്പിച്ച് നാവ് നേടി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ. അപ്പോ ആ സമയത്ത് ഈശ്വര മന്ത്രം, അതിനാണ് പറഞ്ഞത് മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ. ആ ഊർജ്ജശ്വാസം വലിക്കുമ്പോ 5 ശ്വാസം എന്നാ പറയാ, ഒരു ശ്വാസം പോലിയാതെ ശരീരത്തിന് ഉദാഹരണ സമാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ആ ശ്വാസം പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണോ വിളിക്കുന്നത് അതിലേക്കാണ് നമ്മൾ പോവുക. അത്ര വലിയ ഭക്തിയൊന്നും ഉണ്ടാകില്ല അങ്ങനെ. പക്ഷേ അവസാന സമയത്ത് ഈശ്വരനാമം ചൊല്ലി അതുകൊണ്ട് മോക്ഷം കിട്ടി. നാരായണ എന്ന് വിളിച്ചില്ലേ, അശാന്തൻ മോക്ഷല്ലേ കൊടുത്തത്. പക്ഷെ ആ സമയത്ത് ഊർജ്ജശ്വാസം വലിച്ച് തലവേദന വന്ന കഴിഞ്ഞുള്ള ഭക്തിയിലെ അതാണ് അവസ്ഥ. അപ്പൊ കഴിയാതെ ആ 2 വേദന സ്ത്രീകൾക്ക് പറയും. പ്രസവവേദന കഴിഞ്ഞാൽ മരണവേദനയാണ്. അപ്പോ ആ മരണവേദനയുടെ സമയത്ത് ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. കൃഷ്ണ ഞാനങ്ങോട്ട് വരികയാണ് കേട്ടോ, എന്നെ സ്വീകരിക്കണേ എന്ന് പറയാൻ അർജുനൻ എങ്ങനെയാണോ കൃഷ്ണനെ വിളിച്ചിരുന്നത് ഇതെടുത്ത് നോക്കുമ്പോ കൃഷ്ണ യാദവ എന്നെടുത്ത് വിളിച്ചു. അതുപോലെ ഭഗവാനോട് അങ്ങനെ സല്ലപിക്കാൻ, അങ്ങനെ സംവദിക്കാൻ നമുക്ക് കഴിയണം. ഈ കാണുന്നതൊന്നും സത്യമല്ല. അവസാനം യജ്ഞം സമർപ്പിക്കുമ്പോ ഓം ഹരി തൽസത്, ഓം തൽസത് എന്ന് പറയുന്നത് എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് വിശപ്പില്ല, ദാഹമില്ല, ചൂടില്ല, തണുപ്പില്ല, ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ജീവനാണ്. ജീവൻ പോവാറായ മനസ്സിലാക്കിയപ്പോൾ അമ്മ പറയാ 6 മാസം കൊണ്ട് ക്ഷീണം തുടങ്ങുന്ന നമുക്ക് വല്ലാത്ത വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നത് ജീവനാണ്. ചോദിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ ആഗ്രഹം എന്താ? ഈ ശരീരം എന്റെതാ, ഇവിടെ എങ്ങനെ നിൽക്കണം. പക്ഷെ ആത്മാവിനെന്താ? കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും. അതെന്താ? ബ്രഹ്മത്തിനാണ് എല്ലാവർക്കും വേണ്ടത്. അതാണ് ഈ ഓം ഹരി തൽസത്. സത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്തായതുകൊണ്ട് 3 കാലങ്ങളിലും ഉള്ളതാണ്. 3 കാലങ്ങളിലും ഉള്ളത് എന്തേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ ജനിക്കുന്നും ഇല്ല, മരിക്കുന്നും ഇല്ല, അവതരിച്ചു എന്നാ പറയാ. 3 കാലങ്ങളിലും നമ്മുടെ ശരീരം സത്യമാണോ? ഈ ശരീരം 10 വർഷം മുമ്പ് വേണ്ട കഴിഞ്ഞ വർഷം വന്നു പിന്നെ അങ്ങനെയായിരുന്നു അല്ലല്ലോ. ഒരുപാട് മാറ്റം വന്നില്ലേ? മനസ്സിലാവും നമുക്ക് ഒരു 10 വർഷത്തിന് ശേഷം കാണുമ്പോ. ദിവസം കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ എടുത്താലെന്താ, ചെറിയ കുട്ടിയാകുമ്പോഴത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ബഹുമാനപ്രായത്തിലെ ഒരു ഫോട്ടോ, അത് കഴിഞ്ഞ 20 വയസ്സായ ഒരു ഫോട്ടോ. ഈ ട്രാൻസ്ഫോർമേഷൻ ആരൊക്കെയാണ്? നമ്മൾ എത്ര ചികിത്സിച്ചാലും ഇത് മാറും, എന്തൊക്കെ ചികിത്സ ചെയ്താലും മാറും. അപ്പൊ മാറാത്തത് എന്തേ ഉള്ളൂ? ഈ മാറ്റത്തിൽ ഇരുന്നു കൊണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരമാകുന്ന രഥത്തിൽ ഇരുന്നു കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാൻ ഇങ്ങനെ ഈശ്വരകൾ പറഞ്ഞും കേട്ടും അങ്ങനെ ഇരിക്കുക. മഹാദേവനെ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാതെ തന്ത്ര സമുച്ചയത്തില് ഏറ്റവും മുകളിലത്തെ സ്ഥാനം മഹാദേവന. അതുകൊണ്ടാണ് ആദിദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. ഗുരുവന്ദനത്തിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണെന്നറിയോ? സർവയോഗാനാം എന്ന് പറഞ്ഞ് ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നത് ഗുരുക്കന്മാർക്കും ഗുരുവാണ് മഹാദേവൻ. ആ മഹാദേവനെ നമ്മൾ അറിയണം. ഇനി അങ്ങനെ ഓരോ കാര്യങ്ങളും അറിഞ്ഞു വന്നാലും എന്ത് ചെയ്യുന്നില്ല, അത് ആചരിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിലെ സുഖം മാത്രം പോരാതെ ആത്മീയ ഉന്നതിയും വേണം. ഗുരുവിനെ നേടി ഗ്രന്ഥങ്ങളും തുറന്നു, പക്ഷെ തുടർച്ചയായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു പ്രഭാഷണം കേട്ടു, ഈ വർഷവും കേട്ടു. മാഷുകാർ വന്ന് പറഞ്ഞു, എന്തിനാ ഇത് വർഷാവർഷം വെക്കിനെ? ക്ഷേത്രത്തിനെ നിങ്ങൾ നോക്കിയല്ലോ, ഓരോ 12 വർഷം കൂടുന്തോറും അവർ നവീകരണ കലശം നടത്തും. എന്തിനാ? ഒരു വ്യാഴവട്ടക്കാലം എല്ലാ വർഷവും ദ്രവ്യ കലശം നടത്തും. കാരണം ഈ പഴക്കം എന്ന് പറയുന്നതും മാറ്റം എന്ന് പറയുന്നതും നമ്മളെ പോലെ തന്നെ ക്ഷേത്രത്തിനും വിഗ്രഹത്തിനും ഉണ്ട്. ഇപ്പൊ നമ്മുടെ മാറ്റം വരുന്ന ശരീരത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ മാറ്റത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മസാക്ഷാത്കാരം നേടണം. അതിന് കഴിയാതെ മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. ടീച്ചറിനൊപ്പം തുടങ്ങിയിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല, നാമജപം മാത്രം മതി, ഭക്തി മാത്രം മതി. പറഞ്ഞില്ലേ, ഗോപികമാരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ഉത്തർപ്രദേശിൽ നോക്കൂ, ഗോപീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മുക്കിലും മൂലയിലും കൃഷ്ണ വിഗ്രഹം വെച്ച് മാല വെട്ടി ചാട്ടിക്കൊണ്ടിരിക്കുക. വേദം പഠിച്ചവരല്ല ഗോപികമാർ. മോക്ഷത്തെ കൊടുത്തത് നാരായണീയം
68-ാം ദശകത്തിൽ അങ്ങനെ എത്തുമ്പോ ആ ഗോപികാഗീതത്തിൽ എന്താ പറയുന്നത് എന്നറിയോ? തവ വിലോകനാൽ ഗോപികാജന പ്രമദ സംഗുല പങ്കജേക്ഷണ അമൃതധാരയാ സംഹൃതൈവ സ്മിതദാംഗദു പുരോഗതാ. ഹേ താമരകണ, അങ്ങയെ കണ്ടപ്പോ ഗോപികമാർ അമൃതവർഷത്തിൽ മുങ്ങിയതുപോലെ കണ്ണുപിടിച്ച് നിർത്തിയേന്ന് ചോദിക്കുക. ഗോപികമാർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു. അക്ഷരം അറിയാത്തവർ വിഷമിക്കേണ്ട. ടീച്ചർ പറഞ്ഞു ഗ്രന്ഥത്തിലൂടെ പോകണമെന്ന് അതിനൊന്നും ആവശ്യമില്ല. നാമം ചെയ്യുക. ആചാര്യസ്വാമി പറഞ്ഞത് നിനക്ക് ഒരു ഉപാസന മൂർത്തി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ഇഷ്ടദൈവം നമുക്ക് ഉണ്ടാവും. ആ ഉപാസന മൂർത്തിയുടെ നാമങ്ങൾ 108 നാമം സന്ധ്യയ്ക്ക് ജപിക്കണം. നമ്മളെ കുട്ടികൾ എന്താ പറയുന്നോ? നമുക്കൊരു നിയമമില്ല. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആവാം. ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കണം. ആചാര്യസ്വാമി പറഞ്ഞതാ. അവരെടുത്തു. നമുക്ക് വേണ്ട, അവരെടുത്തോട്ടെ, അവർ നന്നാവട്ടെ, എല്ലാം ഒന്നാ പറയുന്നത്. പക്ഷെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഗീത എടുത്തു വെച്ചാ പറയുന്നത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കർമ്മയോഗികൾക്ക് ഇതൊന്നും വേണ്ടാന്ന വിചാരം. സാഖ്യന്മാര് സന്യാസിമാര് ജ്ഞാനമാർഗത്തിലൂടെ പോകുമ്പോൾ കർമ്മയോഗികളായ നമ്മൾ കർമ്മമാർഗത്തിലൂടെ പോകണം എന്നാ പറയുന്നത്. അപ്പോ ഈ ഗ്രന്ഥങ്ങൾ തൊടാൻ വയ്യെങ്കിൽ നാമജപം മാത്രം മതി, അതിലൂടെ മോക്ഷം നേടാം എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് അറിവ് നേടിയാലോ? നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ ജീവിച്ച് 400 വർഷങ്ങൾക്ക് മുമ്പ് നാരായണീയം രചിച്ച ഭട്ടതിരിപ്പാടിന്റെ കാര്യങ്ങൾ ഓർത്തു നോക്കൂ. നരനാൽ രചിക്കപ്പെട്ടതാണ് നാരായണീയം. അപ്പൊ മനുഷ്യനാണെങ്കിലും, അതായത് വലിയ വലിയ മന്ത്രദ്രഷ്ടാക്കളായ മാമയിമാരല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗ്രന്ഥങ്ങൾ രചിക്കാം. രചിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം ആക്കി കുറുക്കി കഷായം പോലെ ആക്കി വെച്ചതാണ് 1036 ശ്ലോകങ്ങളുള്ള നാരായണീയം. ഈ നാരായണീയത്തിൽ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ? എല്ലാവർക്കും അസുഖം. ഈ ഒരു ഗ്രന്ഥം എടുത്താൽ മാത്രമാണ് അവസാനത്തെ ശ്ലോകം നിരുന്ധിരോഗാൻ എന്ന് പറയുന്നുള്ളൂ. അസ്മിൻ പരാത്മകൽപേ തുമിദ്ധമുത്താപിത പത്മയോനി അനന്തഭൂമാ മമരോഗൻ നിരുന്ധിവാദാലയവാസ വിഷ്ണോ. ഹേ വാദാലയവാസ ഗുരുവായൂരപ്പ, എന്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ നാരായണീയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടുകാരനായ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയത്തിന്റെ പിറകെ ലോകം മുഴുവൻ വന്നിട്ടും നമുക്കിത് അറിയുന്നില്ല, അതിന് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഇതെല്ലാം പഠിക്കാൻ ഒരാഴ്ച പോരല്ലോ ടീച്ചറെ എന്നോട് പറഞ്ഞു. 2000-ലധികം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഹൈന്ദവ മതത്തിന്. ഈ ആയുസ് പോരാ കറക്റ്റാ. പക്ഷേ എങ്കിലും അയ്യപ്പൻ എന്താ പറഞ്ഞ? രാമസിംഹനാവുന്നതിന് മുമ്പ് ഞാനിപ്പോ ഒരു നിവേദിച്ചതിൽ വീണ ഈച്ചയുടെ അവസ്ഥയിലാണ്. അതെന്താ ചോദിച്ചപ്പോ ഈച്ചയുടെ അവസ്ഥ എന്താ? എവിടെ തിരിഞ്ഞാലും മധുര പായസച്ചെമ്പിലാ വീണിരിക്കണേ. അങ്ങനെയാണ് ഹൈന്ദവ മതം. ഏത് സ്ഥലത്തേക്ക് തിരിഞ്ഞാലും, ഏത് കോർണറിലേക്ക് നോക്കിയാലും എന്താ? ഗ്രന്ഥങ്ങളാ. ഏത് ഗ്രന്ഥം തുറന്നാലും മതിയാ. ഉപനിഷത്തുകൾ എടുക്കുമ്പോഴാണ്, ഉപനിഷത്തൊക്കെ പോകുമ്പോഴാണ് ഓരോ ശ്ലോകങ്ങൾ കാണുമ്പോ ഇതൊക്കെ ഇതിലാണ് അല്ലേ നമ്മൾ അറിയുന്ന ശ്ലോകങ്ങളാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചതാണ് ഉത്തിഷ്ഠത ജാഗ്രത. ഇത് ഏതിലുള്ളതാണ് നമുക്കറിയില്ല. ഉപനിഷത്തിലുള്ളതാ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ ക്ഷുദ്രം പദസ്ഥൽ കവയോ വദന്തി. അപ്പൊ കവികൾ എന്താ പറയുന്നത്? നിങ്ങൾ ഒരു ധാരയുടെ മൂർച്ചയുള്ള വാളിന്റെ മുകളിലൂടെ നടക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ? അതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണോ? ഇതിലേക്ക് വരാൻ പ്രാരബ്ധം അനുഭവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അജ്ഞതയിലല്ല ഇരിക്കുന്നത്, പക്ഷെ ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്. ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ട് തന്നെ മാത്രമേ ലൗകികന് ആത്മീയത്തിൽ ഉയരാൻ കഴിയൂ എന്നവിടെ അറക്കിട്ട് ഉറപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല ടീച്ചറെ, ഇതൊന്ന് കേൾക്കുക. അതിനുവേണ്ടി ടീച്ചറെ ഒന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ അത് അവരത് തന്നെ വലിയ സുഖമായി കരുതുക.
സന്യാസികളിൽ കയറി വരുന്നു എന്ന് പറയുമ്പോൾ മനസ്സ് എത്രത്തോളം തുടിക്കുന്നു അത് തന്നെയാണ് ആചാര്യന്മാരുടെ അവസ്ഥയും. അവരതുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടാവുക. കാരണം സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ ഉപാസനയിലൂടെ തപസ്സിലൂടെ. എന്താ തപസ്? തപസ് തപതപേതി എന്ന് പറയുന്നത് രാമായണം. തപസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു തപസ്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഗ്രന്ഥം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തപസ്യ. ആ തപസ് നിർത്തിവെക്കുമ്പോഴാണ് അസുഖങ്ങൾ നമ്മളെ പിടിക്കുന്നത്. ഇപ്പൊ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് ഒരിക്കലും എന്തില്ല അങ്ങനെ ഒരു പ്രശ്നം അസുഖമൊന്നുമില്ല. കാരണം നമ്മളൊരു തപസ്യ. അവിടെ നിന്നും മാറി ജീവിത ശൈലി മാറി അല്ലെങ്കിൽ ഒരു ജോലി റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ജീവിത ശൈലി മാറുമ്പോൾ അസുഖങ്ങൾ നമ്മളെ കയറി പിടിക്കുന്നു. എല്ലാവരും കൂടെ എന്താണെന്നറിയോ? നാരായണീയ സമിതിയ മാതൃസമിതിയൊക്കെ ഉണ്ടാക്കി നാമജപമൊക്കെ തുടങ്ങി. ഇനി ആനന്ദ ചിന്മയ ഹരി ഗോപികാരമണ ഞാനെന്ന ഭാവമതു. അതാണ് വലിയൊരു പ്രശ്നം. മാതൃസമിതിയിൽ ഉണ്ടാക്കിയാലെന്താ ഇത്തിരി ചൊല്ലാൻ കഴിയുന്നവരാണ് ചെയ്യുമ്പോ അവരുടെ ഒരു ഭരണം ഉണ്ടാവും. അപ്പൊ ചിലര് പറയും ടീച്ചറൊക്കെ പറയും അത് ചെന്നാണ്ടല്ലോ നമുക്ക് കാണാൻ വയ്യ, സമ്മതിക്കില്ലേ, മയക്കേണ്ട വിട്ടുകൊടുക്കില്ല, ഞാൻ വലിയ കഴിയാന്ന് പറഞ്ഞിട്ട് ആയത് വായിക്കാനായിട്ട് വലിയ എന്താണെന്നൊന്നും അറിയില്ലാവില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. കാരണം ചെറിയ ജീവിയെ വേദനിപ്പിച്ചാലും ആ മനസ്സൊന്നും എന്താ കർമ്മഫലങ്ങൾ തിരിച്ചു വരുന്ന പറയാം. നമ്മുടെ ചിന്തകൾ പോലും കർമ്മഫലമായി അടുത്ത ജന്മം എടുക്കാൻ കാരണമാകുന്നു. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാവരെയും ഒരുപോലെ കാണാം. രാമായണം എന്താ പറഞ്ഞേ? ഭഗവാൻ ചോദിക്കാം ഞാൻ എവിടെയാ താമസിക്കേണ്ടത്? അപ്പൊ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനാദികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിരകുതേ സുഖവാസായ മന്ദിരം. സന്തുഷ്ടരായി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അവർക്ക് അസുഖം ഉണ്ടാവുന്നില്ല. ടെൻഷൻ കാരണമാണ് നമുക്ക് പകുതിയിലധികം അസുഖം വരുന്നത്. രാമായണം നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. സന്തുഷ്ടരായിരുന്നോ? നിന്റെ ഹൃദയത്തിനുള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ അമ്പലത്തിലെ 4 മണിക്കൂറൊക്കെ നിന്നിട്ടാ നമ്മൾ ഗുരുവായൂർ മുന്നിലെത്തുക. അവിടെ ചെന്നവരൊക്കെയാണല്ലേ പിന്നെ അത്ര നേരം നിന്ന് കാണണ്ടേ? ഇവിടെ ഇരിക്കുന്നത് എന്താ പറഞ്ഞത്? നാരായണീയം അവസാനം എത്തുമ്പോ പറയുന്നത് ചിത്തസ്ഥിരമേ അഗ്നപുരപതി കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ. ഹേ ഭഗവാനെ കൃഷ്ണ, ഞാൻ എന്തെല്ലാം വർണ്ണിച്ചു. ഈ ശ്രീലത്തിലാണെന്ന് കരുതി ഞാൻ ഇവിടെ തന്നെ വന്നിരുന്ന് എഴുതി. പക്ഷേ ഇത് ഈ ഒരു ആത്മൻ എന്ന് പറയുന്നത് ഉള്ളിലല്ലേ കൃഷ്ണ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു അറിവിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സാധനം തന്നെ എന്റെ കൂടെ ഇരുന്ന് ചെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആലോചിച്ചാൽ അതെല്ലാം അവിടെ അപ്രത്യക്ഷമാവും. പറഞ്ഞില്ലേ മാത്സര്യം, ആ ഒരു ബുദ്ധി, വൈരാഗ്യ ബുദ്ധി, കാമം, ക്രോധം, മതം, മാത്സര്യം, ഈ ഒരു ചിന്ത വെടിയണം. ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാ. പിന്നെ ഭഗവതി അല്ലെങ്കിൽ ഇപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഭാവങ്ങളുള്ളത്. ഭഗവാൻ കാരണം ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം, ഈ 6 കാര്യങ്ങൾ, 6 ഭഗങ്ങൾ ഉള്ളവൻ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്നത്. ഈ 6 ഭഗങ്ങൾ എന്താ അർത്ഥമാകുന്നറിയോ? നമുക്ക് ശ്രീ ഐശ്വര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സുഹൃതമായ ജന്മം കിട്ടി ഒരു കുടുംബത്തിൽ വന്ന് ജീവിക്കുക. ഭഗവാന്റെ 6 ഭഗങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണണം. ഇനി ശ്രീ ആയി വീര്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജനിച്ചു. ഐശ്വര്യത്തോടുകൂടി പറഞ്ഞ എന്താണെന്നറിയോ? കുറെ കാണാൻ ചന്തകൾ എടുത്ത കുട്ടിയെന്നല്ല, നമുക്ക് എല്ലാ അംഗങ്ങളോടും കൂടി ബുദ്ധിയോടുകൂടി ഒരു ജന്മം കിട്ടുക. അത് തന്നെ വലിയ അനുഗ്രഹം. നമ്മളെല്ലാവരും ഇല്ലാത്തതിനെ കുറിച്ച് ഒക്കെ ദുഃഖിക്കുന്നവരാ. നമുക്ക് കിട്ടിയതിന്റെ സുഖം അറിയണമെങ്കിൽ ഇവര് ഒരു വീട് വായിച്ചു 2 ദിവസം മുമ്പ് ഷൂസ് ഇല്ലാത്തത് ഞാൻ കരഞ്ഞിരുന്നു. പക്ഷെ കാലില്ലാത്ത കുട്ടിയെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ വേദനയോട് മനസ്സിലായത്. വലിയ കോട്ടാണ് അവിടെ വായിച്ചത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ എല്ലാ അംഗങ്ങളുള്ളൊരു ശരീരം തന്നില്ലേ? അതിലൂടെ നമ്മൾ വിദ്യവാനായി ഐശ്വര്യം തേടി വളർന്നു വലുതായി അതിനുശേഷം എന്ത് ചെയ്യണം? വിജ്ഞാനം. നമ്മുടെ മതത്തിലാണ് എന്ത് പറയുന്നത് അറിയോ? ഉപദേശമല്ല, എന്താ പറയുന്നത്? വിജ്ഞാനം, ജ്ഞാനോപദേശം കൊടുക്കുന്നത്. ഒരുപാട് ഉപദേശം നമുക്ക് കിട്ടും, ഒരുപാട് ജ്ഞാനം നമുക്ക് കിട്ടും. എന്തെല്ലാം ടെക്നിക്കുകളാ അത്ര പോകുന്ന ചിപ്പിയുടെ എന്തൊക്കെ നമ്മൾ ഒളിപ്പിക്കുന്നത്. ഈ വിജ്ഞാനം അതായത് വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ, നല്ലതും തീയതും, അതായത് ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, ആ ഒരു വിജ്ഞാനം നേടി. അപ്പൊ എന്ത് കിട്ടും? യശസ്. ഏത് വിജ്ഞാനം നേടണം? ആത്മീയമായ അറിവ് നേടും.
ചിട്ടപ്പെടുത്തുന്നത്. അതാണ് ധർമ്മം ആചരിക്കണം എന്ന് പറഞ്ഞത്. ഓരോ വ്യക്തികളുടെ ജീവിതവും അവരുടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയില്ല, ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്തിയില്ല. ഹൈന്ദവൻ മാത്രമാണ് ആത്മീയതയിൽ അടിയുറച്ചല്ലാതെ ജീവിതം കൊണ്ട് നടത്തുന്നത്. അങ്ങനെ ആവാതെ ഹൈന്ദവന്റെ മതം എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരമാണ്. എങ്ങനെയാ അവൻ ജീവിക്കുന്ന ആചാരങ്ങളുടെ, അതാണ് ആചാര പ്രഭു ധർമ്മ എന്ന് പറഞ്ഞത്. ധർമ്മത്തെ അധിഷ്ഠിതമായി ജീവിച്ച് രാമമുഹൂർത്തം എന്നൊക്കെ പറയും. 6 മണിക്ക് മുമ്പെങ്കിലും ഉണർന്ന് കുളിച്ച് 7 മണിയാവുമ്പോഴേക്കും തുളസി തീർത്ഥം കുടിച്ച് അങ്ങനെ ഒരു ചിട്ടയായ ജീവിതം കൊണ്ടുപോകുന്നവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും, മാനസികമായ ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. ആ ഗ്രന്ഥം അങ്ങനെ തുറന്ന് ഇരുന്നാലോ വല്ലാത്ത ഒരു സുഖം അനുഭവിക്കാൻ കഴിയും. ഒരു ശ്ലോകം ചൊല്ലുമ്പോഴും ഗീതയിൽ ആദ്യത്തിനെ പറയുമ്പോ പറയാ, പോയി വിളിച്ചു കൂട്ടിക്കൊണ്ടതാ സുഖിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ കൃഷ്ണ വരും, നമുക്ക് 2 പൊട്ടിക്കാം. അത് അവിടെ വന്നിട്ട് യുദ്ധം നിൽക്കാൻ അയ്യോ ഒക്കെ എന്റെ വീട്ടുകാരും കുടുംബക്കാരും എനിക്ക് പറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പോഴാണ് ഇവര് പറയാ, വിജയം കൃഷ്ണ രാജ്യം സുഖാനിച്ച ഇന്നോ രാജ്യേന ഗോവിന്ദ ഇപ്പോ ജീവിതേനവാ. യുദ്ധത്തിനൊക്കെ ഒരുക്കം കഴിഞ്ഞ് പറയണേ, ഇതിനാ കുറെ രാജ്യം സുഖമൊക്കെ ഒന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോകാമായോ. ഇതാണ് അവസ്ഥ. കാരണം ആത്മതത്വത്തെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞത്. കാരണം ഭഗവാൻ അവതരിച്ചത് എന്തിനാ? ദുഷ്ടനിഗ്രഹം ചെയ്യാനാ. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ അറുത്ത് കളയണം, എങ്കിൽ ഈ ഭൂമിയുടെ ഭാരം തീരും. അതായിരുന്നു ലക്ഷ്യം. ആത്മതത്വം അറിഞ്ഞാൽ, ആ ഒരു പൊരുൾ അറിഞ്ഞാൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? ഗ്രന്ഥങ്ങളിലൂടെ, ഈ ചിന്തകളിലൂടെ യാത്ര ചെയ്യും. അപ്പോഴേ എന്ത് നേടാൻ കഴിയൂ? ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയും. ഈ 3 കാര്യങ്ങളും പറഞ്ഞു നിർത്താം. ഗുരുതി എന്താണ്? ഗുരുതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങല്ലേ. കാരണം ഒരു നോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കണം. വായിക്കുമ്പോ ഈ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് നമ്മൾ അറിയണം. ക്ഷേത്രം ശരീരത്തിന് തുല്യാന്ന് പറഞ്ഞു. മഹാക്ഷേത്രങ്ങളിൽ കുടിമരുണ്ടായിരിക്കും, എല്ലാ അംഗങ്ങളും ഒരു ശരീരത്തെ പോലെ ഉണ്ടായിരിക്കും. അതുപോലെ ഗുരുതി എന്ന് പറഞ്ഞ ഭഗവതിക്ക് അല്ലെ, ഒരു ദേശത്തിന്റെ തട്ടകത്തെ അമ്മയാണ് ശ്രീ ഭദ്രകാളി. ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് തൃപ്തി നൽകുന്നതിന് വേണ്ടിയിട്ട് പുരാതന കാലം മുതൽ നടക്കുന്നതാണ് ഗുരുതി. പണ്ടൊക്കെ ഗുരുതിയാണ്. ഗുരുതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഗുരുതി കൊടുക്കുമായിരുന്നു. അതിന് പകരം പരിഷ്കരിച്ചിട്ടാണ് ഈ കുമ്പളങ്ങ വെട്ടിയിട്ടുള്ള ഗുരുതി തുടങ്ങിയത്. ഈ നിറം പോലെ കലപ്പും മഞ്ഞളും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ഗുരുതി നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുതികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന് അംഗങ്ങളും ആദ്യം മുതലേ അവിടെ കളം വരയ്ക്കുന്നത്, ഉരുത്തോല വയ്ക്കുന്നത്, വാഴക്കോള വയ്ക്കുന്നത്, വിളക്ക് വെക്കുന്നത്, പന്തം വെക്കുന്നതിന് വരെ തത്വമുണ്ട്. മറ്റു മതസ്ഥരെ പോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പന്തങ്ങളുടെ എണ്ണം നോക്കിയാൽ അറിയാം അത് എത്ര വലിയ ഗുരുതിയാണെന്നുള്ളത്. 8, 16, 64 കണക്കുണ്ട് പന്തങ്ങൾക്ക്. അതിനനുസരിച്ചാണ് ഗുരുതി ചെയ്യുക. ഗുരുതി ചെയ്താല് പല കാര്യങ്ങളും നേടാം എന്ന് പറയുന്നത്. പല വലിയ വലിയ വഴിപാടുകൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നത് ഭൗതികത. ചില ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യും. ഇന്നും ഒരു അമ്മ വിളിച്ചു, ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളാണ് ടീച്ചറെ, മനസ്സിലൊരു സുഖമില്ല. അപ്പൊ ഞാൻ ഒരു വഴിപാട് പറഞ്ഞില്ല, അവരോട് ചെയ്യണമെന്നല്ല കേട്ടോ, അത് ചെയ്യണം. വഴിപാട് ത്യാഗമാണ്, സമർപ്പണമാണ്. നിങ്ങൾ 21 ദിവസം ഗീതയിലെ ഏതെങ്കിലും ഒരു അധ്യായം വായിച്ച് സമർപ്പിച്ചോളൂ. ഒരേ സമയത്ത് എല്ലാ പ്രശ്നവും തീരും. അത് പറയുന്നത് ഒരു ഭക്തന്റെ വാക്ക് സത്യമാക്കുക, ഭഗവാൻ നമുക്ക് സത്യമാവും. അതൊരു വല്ലാത്തൊരു വിശ്വാസം, ഉറച്ച വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥന. എന്നിട്ടൊന്ന് ഭഗവതി പാട്ട്, അതും കളം വരച്ചിട്ട് അല്ലേ, കളം പാട്ട് എന്നാണ് പറയുക. കളം വരയ്ക്കുമ്പോൾ ആരെ കളം വരയ്ക്കുക? ഭഗവതിയുടെ രൂപങ്ങൾ പലതരത്തിലുള്ള കളറുകളിൽ നമ്മൾ വരയ്ക്കും. ആ ഭഗവതിയുടെ രൂപത്തിലേക്ക് ജീവാത്മാവിനെ പ്രവേശിപ്പിക്കും ആദ്യം. എന്നിട്ട് അതിന് ചുറ്റും ഇരുന്നിട്ട് പാടി സ്തുതിച്ച് ഭഗവതിയുടെ കോട്ടമ്പാട്ടകഥ വരുന്നതാ, പാടി സ്തുതിച്ച് ആ കഥയങ്ങനെ പൊങ്ങി ക്ലൈമാക്സിൽ എത്തുമ്പോ വേഷം കെട്ടി ആര് വരും? വിളിച്ചപ്പാട് ഓമരം വരും. ഓമരം ഉറങ്ങി തുള്ളി നമ്മളോട് ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ കുറിച്ച് കൽപ്പന വരും. ഇതൊക്കെ അറിയണം നമ്മൾ. അങ്ങനെ ഒരു ചടങ്ങുകൾ കണ്ട് എപ്പോഴും വെളിച്ചപ്പാടോടുകൂടി ഇവിടെ ചെയ്യുന്നു കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇപ്പോഴത്തെ തലമുറയിൽ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ആ കളമ്പാടിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഭഗവതി നേരിട്ട് കൊണ്ട് കൽപ്പിക്കുന്നു.
പ്യുവർ ഓക്സിജൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഹൈന്ദവ മതം എല്ലാം സയൻസിൽ ഊന്നി നിന്നുകൊണ്ടാണ് പോകുന്നത്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന വേട്ടയ്ക്കരി പാട്ട. ഈ ഭഗവതി പാട്ട് നടക്കുമ്പോൾ തന്നെ ആ കളത്തിൽ ആരായിരിക്കും വരയ്ക്കുക? വേട്ടയ്ക്കരന്റെ രൂപം വരയ്ക്കും. ഇതേപോലുള്ള ക്രിയകൾ അവിടെ നടക്കും. അങ്ങനെ നടക്കാറുള്ളത് ഇതിനെയൊക്കെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക. ഇപ്പൊ ഞാൻ പറയുന്നത് പ്രദക്ഷിണത്തിന്റെ തത്വം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ നിന്ന് തൊഴുത് പ്രദക്ഷിണം തുടങ്ങുന്ന സമയത്ത് ഈ കുണ്ടലിനി ശക്തി 6 കശേരുക്കളാണ് നമ്മളുടെ നട്ടലിന്. മുത്തശ്ശിപാടില് കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതെല്ലാം വഴി നട്ടലിന്റെ 6 ആധാര ചക്രങ്ങൾ. ഏറ്റവും താഴെ ശരീരം മുകളിലായി കുണ്ടലിനി ശക്തി. ഈ ജീവൻ ഓങ്കാരമായി ആ കുണ്ടലിനി ശക്തി അങ്ങോട്ട് ഉയർന്ന് ഒരു പ്രദക്ഷിണം പൂർത്തിയാകുമ്പോഴേക്ക് സഹസ്രാര ബ്രഹ്മത്തിലേക്ക് എത്തി ആ ജീവന്റെ യാത്ര പൂർത്തിയാവും. മഹാദേവന്റെ ക്ഷേത്രത്തിൽ 3/4 ഭാഗം ചെല്ലുമ്പോഴേക്ക് അത് പൂർത്തിയാവും. അപ്പൊ പിന്നെ തിരിച്ചു നടക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രദക്ഷിണം രാവിലെ ഒന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ സർവ്വരോഗശമനം. രാവിലെ എക്സസൈസ് അല്ലേ? പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മളുടെ ശരീരത്തിന് ശരീരാദ്യം ധർമ്മ സാധനം ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിനുവേണ്ടിയാണ് വ്രതങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. നമ്മുടെ ജീവിതത്തിനെ സുഖപ്രദമാക്കാൻ വേണ്ടിയ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. നേരത്തെ കുളിക്കുന്നത്, അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നത്, രോഗശമനം. ഉച്ചയ്ക്ക് വന്ന് മഹാക്ഷേത്രങ്ങളിലെ ഉച്ചയ്ക്ക് പൂജയുണ്ട്. പന്തീരടി പൂജ എന്നാ പറയാ. നിലയിൽ 12 അടി കയറുമ്പോഴാണ് പന്തീരടി പൂജ. ഈ പന്തീരടി പൂജയ്ക്ക് വന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് പ്രദക്ഷിണം വെച്ചോ അഭീഷ്ട സിദ്ധി. ഉച്ചയ്ക്ക് എന്താ ആഗ്രഹം? അഭീഷ്ടം. ഫുഡ് വേണമല്ലേ? ഫസ്റ്റ് മുട്ടി പ്രതന്ന. അപ്പൊ ഭക്ഷണം കഴിക്കാനാണ്. അതോടെ ഉണ്ടാവും മഹാക്ഷേത്രമാണെങ്കിൽ. ഇനി സന്ധ്യാമ്പ് വന്നാലോ പാപനാശം. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പല പാപങ്ങളും. ഞാൻ പാപം ചെയ്യാറില്ല ടീച്ചറെ. നമുക്ക് നടന്നു കഴിയുമ്പോൾ തന്നെ ചെറുതി നമ്മൾ ചെറുതി കൊല്ലുന്നില്ലേ? സർവ്വ പാപങ്ങളും ദുരിതങ്ങളും സന്ധ്യാമ്പ് പ്രദക്ഷിണം വെച്ചാൽ തീരുന്ന. നട്ടപ്പാതിലേക്ക് പ്രദക്ഷിണം വെച്ചാൽ മോക്ഷം തന്നെയാണ്. നട്ടപ്പാതിരിക്കാരെ പുറത്തേക്കിറങ്ങുക. മഹാദേവൻ ശ്മശാനത്തിലാകാൻ ശ്മശാനവാസിയാണ്. ചുടലാഭദ്രകാരിയുമായി ഭൂതഗണങ്ങളുമായി നൃത്തമാടാൻ വേണ്ടി ആ ചുടലാവസം വേരും പൂശിയും കൊണ്ടുവരും. അത് കണ്ടപ്പോ തന്നെ വെട്ടിക്കാറ്റ് കൂലി. അതാണ് നട്ടപ്പാതിരിക്ക് നമ്മൾ പുറത്തിറങ്ങാത്തത്. മോക്ഷം തന്നെയാണ്. അവരെക്കാട്ട് മരിച്ചാൽ മോക്ഷല്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിൽ അധിഷ്ഠിത സയൻസിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കണം. അവതാരങ്ങളെ എടുത്തു നോക്കൂ. ആദ്യം മത്സ്യ അവതാരം. കുട്ടി ആദ്യം എന്താ ചെയ്യുന്നത്? മത്സ്യത്തെ പോലെ തുഴയും. കൂർമാവതാരം കൂർമ്മം എഴയ. കുട്ടി ഇങ്ങനെ എഴഞ്ഞ് ചെയ്യില്ലേ? ഒന്ന് നീന്താതെ ഒഴിക്കണമെന്നാ ചോദിക്കുക. പിന്നെ വരാമം. കുട്ടി 4 മുട്ട കുത്തി 4 കാലിൽ നടന്നു കിടന്നു. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സയൻസ് എത്രത്തോളം അവതാരങ്ങൾ വരെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ഹ്യൂമൻ എവല്യൂഷൻ. ആദ്യം ജലത്തിൽ ജീവൻ ഉത്ഭവിച്ചു. എന്താണ്ടായി? മത്സ്യം. പിന്നീട് ഉപജീവികളുണ്ടായി. കൂർമ്മം കരയിലും വെള്ളത്തിലും ജീവിച്ചു. പിന്നീട് മൃഗങ്ങളും ജലജീവികളും ഉണ്ടായി. വരാമം. അതിനുശേഷം ഹ്യൂമൻ ഇവല്യൂഷനാ. മൃഗം മനുഷ്യനായി പരിണമിച്ചു. നരസിംഹം മൃഗവും മനുഷ്യനുമല്ലേ? അതിനുശേഷം പുതിയ മനുഷ്യനായ വാമനൻ. പിന്നീടോ അവൻ കൂട്ടമായി താമസിച്ചു. ആയുധങ്ങൾ ശിലായുധമൊക്കെ പറയും. ഓരോ കൂട്ടം കല്ലുകൾ എടുത്താൽ ആയുധങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം ശേഖരിച്ചു തുടങ്ങി. നമ്മുടെ ഹിസ്റ്ററി പറയുന്നത് എത്ര കറക്റ്റാ. അത് കഴിഞ്ഞാൽ ലോഹങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ശ്രീരാമൻ അമ്പുമെല്ലും ഉപയോഗിച്ച്. പിന്നെ അവൻ പരശുരാമൻ. അതിനുശേഷം കൃഷി മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഗോപാലകൃഷ്ണൻ ഗോക്കളെ വെച്ച് നടന്നില്ലേ? പരോപകാരിയായ കൃഷ്ണൻ. അത് കഴിഞ്ഞ് അവസാനം കൽക്കിയായി അവതരിക്കുന്ന രാമായണം പറയുന്ന ആ ഇപ്പോഴത്തെ ഗോപാകുലനായ കലിയുഗത്തിലെ മനുഷ്യൻ. നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സയൻസും ഇതും കൂടി ഇങ്ങനെ ചേർത്ത് യോജിപ്പിച്ച് നമ്മൾ ചിന്തിക്കണം. ലോജിക്കലി കുട്ടികൾ വന്ന് പറയുമ്പോൾ കണ്ടാലേ വിശ്വസിക്കൂ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. വീട്ടിൽ വലിയ ക്ലാസ്സുകൾ ഒരുപാട് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ ഞാനത് തിരിഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. നമ്മളെയുള്ള വലിയൊരു പ്രശ്നം അംഗീകരിക്കില്ല. അപ്പൊ ഞാനെന്തിനെ തിരുത്താമെന്ന് വിചാരിച്ചു. ടീച്ചർ ഒരുപാട് ഒരു ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തു. ഇതിനെ കുറിച്ച് ഞാൻ ആ ലിങ്ക് ഇതുവരെ തുറന്നിട്ടില്ല. നാളെ ഓൺലൈനിൽ വന്ന് എന്റെ അമ്മമാരെ ക്ലാസ് എടുക്കണം. ഞാൻ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ. ഞാൻ ക്ലാസ് എടുക്കാൻ പോയി കേട്ടോ. പക്ഷേ ഈ കറണ്ടിനെ ഇതിൽ കൊണ്ട് ഇതിലൂടെ സൗണ്ട് വരുന്നുണ്ട്. ഇതിനെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ. ഇത് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും.
വിശ്വസിക്കൂലെ? അങ്ങനെ എന്തെങ്കിലോ കരണ്ട് കത്തുന്നില്ലേ? അങ്ങനെ ഈശ്വരനെ ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ കിടക്കുന്നു. അങ്ങനെ നോക്കുമ്പോ ഇതിനുള്ളിൽ ഒരു ഈശ്വരനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചിട്ട് ആ ഈശ്വരനെ ആത്മീയമായ ഉന്നതിയിലേക്ക് ഞാൻ കൊണ്ടുപോകും. കാരണം നമുക്ക് ജീവാത്മാവായിട്ട് കിട്ടിയിരിക്കുന്നത് സീതാദേവി മായയാണ്. അതിന് അപ്പുറം ആരുടെ ശ്രീരാമചന്ദ്രൻ പരമാത്മാവ്, നമ്മളൊക്കെ ലക്ഷ്മണൻ. ഈ ജീവാത്മാവിനെ ഈ മായയാകുന്ന സീതയെ കടന്ന് പരമാത്മാവിലേക്ക് എത്തിക്കാനുള്ള ഒരു യാത്രയാണ് ജീവിതം. അതിനുള്ള വാഹനമാണ് ഈ ശരീരം. അത് എന്ത് ചെയ്യണം? ഒന്നും ഒരു പ്രയാസമില്ല. ഒന്നും അറിയാതെ നാമജപം ചെയ്താൽ മതി. ഈ അറിയുന്നവരെ ബന്ധത്തിലൂടെ പോവുക. സന്ധ്യയൊക്കെ ചൊല്ലിയല്ലോ. പക്ഷെ സഹസ്രനാമം ചൊല്ലുമ്പോ മഹാദേവൻ ഇതെന്ന് ജപിക്കാം രാമനാമം ചോദിച്ചിട്ടേ ശ്രീപാർവതി. അങ്ങനെയല്ലേ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഭഗവാൻ മഹാദേവൻ. പിന്നെ ഞാനേ ജപിക്കുന്നേ. ഇപ്പൊ പറഞ്ഞേ സഹസ്രനാമ തത്തുല്യം രാമനാമമായോരവി. രാമനാമം മൂന്നവതാരം രാമനല്ലേ? രാമോ രാമശ്ച രാമസൂത്രം. അപ്പോ രാമനാമം ചൊല്ലിയാൽ മതി. എന്നും രാവിലെ സഹസ്രനാമം ചെല്ലുന്ന ആളാണ്. ഇന്ന് പോവാൻ സമയമായി. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ നിന്നിട്ട് രാമ 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 പാഹിമ രാഘവ മനോഹര രാമ പാഹിമ. അപ്പൊ എന്തായി? സഹസ്രനാമത്തിൽ തുല്യായി. പക്ഷെ അത് തളർത്തലൊക്കെ പാട്ടിന്റെ അത്രയും പ്രശ്നമാണെങ്കിൽ മാത്രം ചെയ്യുന്നവർ ഉപാസിക്കണം. ഉപാസനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ഈ ആധാരചക്രങ്ങൾ ഉയർന്ന് നമുക്ക് സഹസ്രമായ പത്മത്തിലേക്ക് ഒരു ഓങ്കാരത്തിലൂടെ നമ്മുടെ ജീവനെ ആത്മാവിനെ ഉയർത്തി സഹസ്രമായ പത്മത്തിൽ എത്തിച്ച് മോക്ഷം ചക്രവർത്തി ലഭിക്കുന്ന സന്യാസിമാരൊക്കെ ചിലരെ മഹാഭാവികളെ എത്ര ദിവസം ഇരുന്നാലും ചിന്തനം കൂടിയാതെ ഇങ്ങനെ പൊട്ടാനും തേനൊക്കെ തുടച്ചിട്ടൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഊർജ്ജലോകപ്രാപ്തി, അതാണ് ഊർജ്ജലോകപ്രാപ്തി ഉണ്ടാവരുത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ചിലര് അന്നൊക്കെ കുറിച്ച് അന്നിലൂടെയാണ് ഉണ്ടാവുക. ചിലർക്ക് മലമൂത്രമൊക്കെ പോകും. അധോലോകപ്രാപ്തിയ. അങ്ങനെ ഒരു ഗതി വരാതെ ഇതിലിരുന്നു കൊണ്ട് സന്തോഷത്തോടെ സമദൃഷ്ടികളായ ശ്രീരാമചന്ദ്രന്റെ വാസസ്ഥലമായിട്ട് മനസ്സിനെ അങ്ങോട്ട് മാറ്റുക. സർവം ത്യജിക്കാൻ പഠിക്കുക. കാരണം രാമായണം എന്താ പറയുന്നതല്ലോ? എനിക്ക് എന്ന് പറഞ്ഞ് മുട്ടി വെച്ച് രാക്ഷസന്മാരും രാവണനും എല്ലാവരും നശിച്ചു. എല്ലാം. പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ കാട്ടിക്ക് പോയ ശ്രീരാമചന്ദ്രനെ നമ്മളെ കാണുന്നുണ്ട്. വെറുതെ രാമായണം വായിച്ച് പോകല്ല. നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇതൊക്കെ കേട്ടു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കണം. ഒരു പ്രഭാഷണം കേട്ടാൽ നാളെ ഇതിൽ നിന്നും എനിക്ക് എന്ത് മാറ്റം വന്നു എന്ന് ചിന്തിക്കണം. യാതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്റെ പരാജയം. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ വരുത്തിയെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഒരു ഇങ്ങനെയുള്ളൊരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കയറാം. എത്രയോ ആചാര്യന്മാർ വരും. നമുക്ക് ഇതിന് തോന്നില്ല. ഞാൻ ഒരുപാട് ആചാര്യന്മാരുടെ മുന്നിൽ പോയി സന്തോഷത്തോടെ ഇരുന്നിട്ട് ഒന്നും കിട്ടാതെ പോകുന്ന ക്ലാസ്സുകൾ എനിക്കുണ്ട്. അതിലും പലതരത്തിലാണ്. പല ടീച്ചേഴ്സും പലതരത്തിലുണ്ട്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ മഹാകാലം മുന്നിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. കിട്ടിയില്ലെങ്കിൽ അത് എന്റെ കഴിവുകൾ. എന്തായാലും ഏറ്റവും സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമോ? ഞാൻ പറഞ്ഞ ആളുകൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഹൈന്ദവ മതത്തിലുണ്ട്. എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയതെന്തെങ്കിലും പറഞ്ഞോളൂ. അത് പറഞ്ഞുതരാം. ഇല്ല ഒക്കെ സംശയവും അല്ലേ? സംശയം ഉണ്ടാവണം. കാരണം എന്താവും? സംശയം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത അവസ്ഥ. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞാലാണ് അങ്ങനെ ഗുരുതി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ദ്രാവിഡന്മാരെ ആര്യന്മാരെ ഞാനവിടെ പോയാലോ ആചാര്യന്മാരെ പേരൊക്കെ പഠിക്കും. കാരണം 10-70 സ്റ്റേജായി കഴിഞ്ഞല്ലോ. മാത്രമേ എനിക്ക് തൊണ്ടടപ്പിന്റെ പ്രശ്നം വന്നുള്ളൂ. ഇന്ന് പോയപ്പോൾ ഒറ്റ പ്രാർത്ഥന എന്തായിരുന്നു? ഇന്നെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം കൊണ്ട് കൊടുക്കാൻ കഴിയണം. ഓരോ കാര്യങ്ങളെ പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട്. ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാം. എന്തെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾ ഇത്ര നേരം 1.5 മണിക്കൂറിൽ ഇല്ലേ? 1.5 മണിക്കൂറിലായി വീട്ടിൽ ജീവിക്കുമോ? ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് തോന്നി. ഇങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുക. ഈ കിട്ടിയിരിക്കുന്ന ശരീരത്തിന്റെ പവർ ഉണ്ടല്ലോ, അത് നമുക്ക് അറിയില്ല. ഇതിനുള്ളിലുള്ള എനർജി ഉണ്ടല്ലോ. ഇവിടെ ഈ ക്ഷേത്രത്തിലെ എനർജി നിറച്ചു വെച്ചിരിക്കാന്നാ പറയാം. ഈ എനർജിനെ പുറത്തേക്ക് ശ്രീലകത്തിന് ഒഴുകി വരും. സന്ധ്യാസമയത്തോടെ സന്ധ്യയ്ക്ക് വന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേക ശക്തി തോന്നില്ലേ? നാം ചിരിക്കാനൊക്കെ ഇരിക്കുമ്പോ അത് ചൊല്ലുമ്പോ പശുഭാഷ ചൊല്ലി കഴിഞ്ഞാൽ ഇന്ദ്രനെ വധിക്കുന്ന
കുറച്ച് ഇനിയും പൊക്കിപ്പോവുക, അല്ലാതെ ഉപാസനകൾ മുടക്കാതിരിക്കുക. 108 ചൊല്ലാറുള്ളൂ, അതെങ്കിലും മുടക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അറിഞ്ഞ് ആരാധിക്കുക. ഒരു ശ്ലോകയെ പഠിക്കുന്നു വെച്ചാൽ അത് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ അവസാനം പടേൽപ്പാട് പറഞ്ഞെന്താ? അജ്ഞാത്വാതേ മഹത്വം എരിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ. അവസാനം പറഞ്ഞതോ സ്നീതം ലീലാവതാരേ നമിത ഗുരുതാ മയൂരാരോഗ്യ സൗഖ്യം. ഹേ കൃഷ്ണ, എനിക്കൊന്നും അറിയില്ലാതോ അജ്ഞാത്വാതേ, എന്ത് അങ്ങയുടെ മഹത്വം വർണ്ണിക്കാൻ കഴിയാത്തതാ. അദ്ദേഹം സ്വാമി പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് 32ാമത്തെ വയസ്സിലാണ്. ആലോചിച്ച് നോക്കി, എന്തെല്ലാം ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതി അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പറയാ, കൃഷ്ണ ഭഗവാനെ, ഞാൻ 3 തെറ്റുകൾ ചെയ്തു. എന്തേനോ? ക്ഷേത്രത്തിനുള്ളിലാണ് എന്ന് വിചാരിച്ചു. ഈ ലോകം മുഴുവൻ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വത്തിന്റെ നാഥനായ അങ്ങ് ഒരു ക്ഷേത്രത്തിലാണെന്ന് കരുതി ഞാൻ അവിടെ ഇരുന്ന് അങ്ങയെ ഭജിച്ചു. 1ാമത്തെ തെറ്റ്. പക്ഷേ അതേ തുടക്കം സ്റ്റാർട്ടിങ് പോയില്ല. സന്യാസി സഭയിൽ പലരും അന്തർക്ക് പേരിന് നമ്മൾ കാണുന്നില്ല. അവരാ സ്റ്റേജ് കഴിഞ്ഞവരാ. ഇതൊക്കെ എത്തിയില്ല. അത് കഴിഞ്ഞിട്ടോ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് ഗ്രന്ഥങ്ങൾ വർണ്ണിക്കാൻ കഴിയാത്ത അങ്ങയെ കുറിച്ച് ഞാൻ ഒരുപാട് വർണ്ണിച്ചെഴുതിയത് എന്റെ 2ാമത്തെ തെറ്റ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വായിക്കാൻ കേട്ടോ. 3ാമത്തെ എന്താണ് പറഞ്ഞോ? ഈ ലോകത്തെ, അതായത് ഇന്ത്യയെ മുഴുവൻ നടന്നില്ലേ, എല്ലാ സ്ഥലത്തും നടന്നു. 4 മഠങ്ങൾ സ്ഥാപിച്ചു, എന്തെല്ലാം ചെയ്തു. എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഉണ്ടെന്ന് കരുതി ലോകം മുഴുവൻ തീർത്ഥാടനം നടത്തി അങ്ങയെ ഞാൻ തെരഞ്ഞു നടന്നു. 3ാമത്തെ തെറ്റ്. ഇങ്ങനെയൊക്കെ പറയേണ്ട അത്രയും ഉയരണം. അപ്പൊ അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് എത്തണമെങ്കിലോ ഒരുപാട് ഒരുപാട് അറിഞ്ഞു കഴിയുമ്പോ നമ്മൾ അങ്ങനെ കുടം നിറഞ്ഞു തൊഴുകും. നിറഞ്ഞ കുടം ഒരിക്കലും തൊഴുകില്ല. അപ്പൊ സമാധാനമായിട്ട് ഞാൻ ഇന്ന് പറയാൻ കഴിയും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ഇപ്പൊ കീർത്തനത്തിലെ ഒരു പൊസിഷനിലാണ് ഞാൻ എത്തിയിട്ടുള്ളൂ. 9 പടികൾ അറിയാമോ? ഒരുപാട് കേട്ടിട്ട് കാരണം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസാദം കിട്ടുന്നില്ലേ? 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആ ചന്ദനം എടുക്കുന്നതിന് വയറ്റൂലേ? അതെന്താ? നമ്മുടെ തൊക്ക്, 5 ഇന്ദ്രിയങ്ങളിലെ തൊക്കിന് ചികിത്സ, തൊക്കിന് സുഖ ചന്ദനം നിറപ്പാം. അപസ്മാരത്തെ മാറ്റാൻ അത് കഴിയുന്നതാ പറയാ. ഇനി അത് കഴിഞ്ഞാൽ പൂവെടുത്തിട്ട് നിങ്ങളൊന്ന് തലയിൽ ചൂടും. ഈ പൂവ് മന്ത്രപുരസരം തിരുമി ആർച്ചിക്കുന്നതാ. പൂവ് ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ആകാശാൽപ്പന പുഷ്പവും കൽപ്പയാമി എന്നാ പറയുന്നത്. ആ പൂവിന് മന്ത്രങ്ങളുടെ ശബ്ദത്തെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ പൂക്കളെ നമ്മള് ഒന്ന് മണക്കൂലേ? നമ്മളെ മൂക്കിന് ഒരു ചികിത്സ, ഇവിടെ എത്തുമ്പോൾ തലയിലുമായി. പിന്നെയോ അത് കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോ തിരുമണി അല്ലെങ്കിൽ കഴകത്തിന്റെ ആൾ പറയുന്നത് തിരി പ്രസാദം കഴിച്ചോളൂട്ടോ. നാവിന് സുഖമായി. മൂക്ക്, നാക്ക്, തൊക്ക്, നാവ്. ഇന്നോടുകൂടി ഉണ്ടല്ലോ കാത്. ഇവിടെ ഇരുന്നാ പിന്നെ കയറി വന്ന് തൊക്കെ കെട്ടിയിരിക്കും. ആ സമയത്താണ് അമ്മമാര് ശ്രീമാത ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി നമുക്കറിയുന്ന ശ്ലോകം കേൾക്കുമ്പോൾ എന്തൊരു സുഖ. കാതിനെയും സൂചിപ്പിച്ചു. ഈ 5 കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. അതിന് പോലും നമ്മൾ തയ്യാറാവാത്ത ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം അങ്ങനെ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ, കർമ്മബോധത്തെ ഊന്നിക്കൊണ്ട് പഞ്ചാലിയെ പോലെ മക്കളെ വളർത്തി നമ്മൾ ആ പാതയിലൂടെ സഞ്ചരിച്ച് ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. എന്നിട്ട് ചെയ്യുക, ആ ഭഗവാൻ മാത്രമേ എന്നെ രക്ഷിക്കാനുള്ളൂ. പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം മകൻ കാനഡയില, മകൾ അമേരിക്കയിലൊക്കെയാണ്. എഴുതില്ല എന്റെ കൂടെ ആരുമില്ല ടീച്ചറെ, എനിക്ക് ഭഗവാൻ മാത്രമേ തോന്നുള്ളൂ. അല്ലമ്മമാര് പറയാറുണ്ട്. അപ്പോ കൃഷ്ണൻ എന്നെ രക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എനിക്കറിയില്ല കൃഷ്ണ, ഞാൻ എന്തൊക്കെയോ എഴുതി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തരണം എന്ന് പറഞ്ഞില്ലേ? ആ നാരായണ ഭക്തരിപ്പാട് നേരിട്ടിട്ട് ഗോപാലകൃഷ്ണനെ കണ്ടുകൂടെ ശ്രീലകത്തിനുള്ളില്. അപ്പോ എനിക്കും കാണാൻ കഴിയും. നമ്മുടെ വില്ലുമംഗലം സ്വാമി നേരിട്ട് കണ്ടുകൂടെ. അനന്തകാടിന്റെ കഥ അറിയാലോ? നമ്മുടെ നാട്ടിലുണ്ടായതാ. മലപ്പുറം ജില്ലക്കാരനാ വില്ലുമംഗലം സ്വാമി. അനന്തപത്മനാഭ ക്ഷേത്രം. സ്വാമിയുടെ കൂടെ എന്നും ഇങ്ങനെ വായി കഴിഞ്ഞാൽ ദർശനം ശേഷം കഴിക്കാൻ വൃത്തിക്കുട്ടിയായിട്ട് വരുക. ഒരു ദിവസം പൂവൊക്കെ മണിച്ചിട്ട് പൂജാമാടത്തിൽ മുട്ടൊഴിച്ചപ്പോ പുറം കൈകൊണ്ട് മാറ്റി നിർത്തിയ. പുറം കൈകൊണ്ട് ഒരിക്കലും തട്ടി മാറ്റി നിർത്തരുത്. അത് നികൃഷ്ടാണ്. അപ്പൊ പെണ്ണി ഇനി ഇന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിലേക്ക് വന്നോളൂ. അനന്തകാട് ഇവിടെ അറിയില്ല. അങ്ങനെ അറിഞ്ഞതാണ് അവസാനം സ്വാമിയാര് കേൾക്കുകയാണ്. ഭാര്യയെ ചിത്ത പറയാ ഒരാള്, നീ വഴക്കൂടിയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് കൊന്ന് അനന്തകാട്ടിൽ തള്ളുന്നു. അപ്പൊ അവിടെ ശാന്തമായി
ചോദിക്കാം, ഇവിടെ ഈ അനന്തകാലം പറഞ്ഞു കൊടുത്തു. അതായത് ദുർഘടമായ വഴിയ. പക്ഷെ അനന്തകാലത്തിൽ ചെന്നപ്പോഴേ ആ അനന്തശായിയായ കൃഷ്ണൻ ലക്ഷ്മിമാരാണ് കളിക്കുന്നു. നാലുപുറം ചെന്നു നമസ്കരിച്ചു. സാക്ഷാത്കാരം നമസ്കരിച്ചപ്പോ ഭഗവാൻ പറഞ്ഞത്രേ 5 ദിവസമായി, 6 ദിവസമായി കഴിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം വേണം. ഓടിപ്പോയി ഒരു മൂച്ചിയുടെ താഴെ ഇരുന്നു ഇത്തിരി മാങ്ങ പെറുക്കി കല്ലിൽ ചതച്ച് ചിരട്ടയിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിച്ചു. സന്തോഷമായി. എനിക്ക് പിണക്കൊന്നും ഇല്ലാട്ടോ സ്വാമിയെ പറഞ്ഞു. അങ്ങനെ രാജാവിനോട് തിരുവിതാംകൂർ മഹാരാജാവ് 400 വർഷം മുമ്പ് നടന്ന കഥയാ. നമ്മുടെ വില്ലോമന സ്വാമി, നമ്മുടെ മലപ്പുറം ജില്ല. അപ്പോ തിരുവിതാംകൂർ രാജാവിനോട് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ രാജാവ് 8 മഠത്തിലെ സ്വാമിമാരെ അയച്ചു. അവിടേക്ക് പോറ്റികള് ആർക്കൊന്നും കാണാൻ വയ്യ, സ്വാമിയായിട്ട് കാണാനുണ്ട്. എന്തായാലും ഇവിടെ ക്ഷേത്രം പണിയാ. അങ്ങനെയാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. അന്നത്തെ തിരുവിതാംകൂറിന്റെ ക്യാപിറ്റലാ പത്മനാഭപുരം എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. സ്വാമിയെ ഹിന്ദുമന്ദിരം സ്വാമിയോട് പറഞ്ഞിട്ട് ഇനി ഇവിടെ തന്നെ താമസിച്ചോട് പറഞ്ഞു. സ്വാമിയാകാരം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് പരിശീലിക്കാൻ കുട്ടിപ്പട്ടന്മാരെയും സന്യാസിമാരെയും വിളിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വയ്യാതെയൊക്കെ പൂജിക്കാൻ ഒരു കുട്ടിത്തിരുമേനെയും ഇത് പഠിപ്പിച്ച് സന്യാസം സ്വീകരിച്ചവിടെ നിർത്തി. ആ പുഷ്പാഞ്ജലി മുടങ്ങാൻ പാടില്ലല്ലോ, മതനിവേദ്യം നടക്കട്ടെ. ആ പുഷ്പാഞ്ജലി ചെയ്യാനുള്ള സ്വാമിമാർ ഇപ്പോഴും പുഷ്പാഞ്ജലി സ്വാമിമാരെന്നാണ് അവരറിയപ്പെടുക. ആ പരമ്പര ഇപ്പോഴും അവിടെ ഉണ്ട്. അവർക്ക് ഇപ്പോഴും അന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ തിരുവിതാംകൂർ രാജധാനിയിൽ കിട്ടിയോ ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് നാട്ടിൽ നോക്കൂ. പഴയ പുരാണ ഇതിഹാസവും മന്ത്രദൃഷ്ടാക്കളായ മായവനായി 400 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ജീവിച്ച് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ ഭഗവാന്റെ കൂടെ അവതരിക്കാനാ പറയാ. അങ്ങനെയുള്ള വ്യക്തികളെ ആ സ്വകാരോപണം ചെയ്തു പറയാ. അപ്പൊ ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തി നമ്മുടെ അയൽവാസിയായി നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കണ്ടൂടെ ഇവിടെ തന്നെയാണ്. എന്തെങ്കിലും സമർപ്പിക്കട്ടെ, എന്തെങ്കിലും സംശയമല്ലോ, നിങ്ങൾ ഇരിക്കാനൊന്നും ഞാൻ നിർത്തില്ല. അങ്ങനെ പറയും. നേരം 8:30 കഴിയും. എന്തെങ്കിലും നീ അറിയണോ, നീ നമുക്ക് കാണാം. യജ്ഞം സമർപ്പിക്കട്ടെ. ഈ പറഞ്ഞ മറ്റുള്ള യുഗങ്ങളിലൊക്കെ കഠിനമായ തപസ്സും ധ്യാനം യാഗവും യജ്ഞവും ഒക്കെ വേണം. പക്ഷെ ഇതെന്തേ വേണ്ടു? അധികാലത്ത് ജ്ഞാനയജ്ഞം മാത്രം മതി. ജ്ഞാനയജ്ഞം ഇതൊരു യജ്ഞ. പണ്ട് യാഗങ്ങൾ നടത്തിയില്ലേ, യജ്ഞങ്ങൾ നടത്തിയില്ലേ, ഇത് ജ്ഞാനയജ്ഞം. ഈ ജ്ഞാനയജ്ഞം ഇതിന്റെ ക്ഷേത്രം ഒന്നും അല്ല. കാരണം ആചാര്യ തപസാന്യായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചക. ഒരു ക്ഷേത്രമായ ആദ്യം ആചാര്യ തപസ് എന്ന് പറഞ്ഞ ജപം നിങ്ങൾ ചെയ്യാറുണ്ട്. അന്യായ ജപം അതാണ് തപസ്. ആചാര്യ തപസാന്യായ ജപേന നിയമേന ച നിയമങ്ങൾ ആചരിച്ചുള്ള പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ ഉത്സവം അന്നദാനം. അവസാനമാണ് അന്നദാന ഉത്സവം. അപ്പൊ ഉത്സവം അന്നദാനമാണ് എല്ലാവർക്കും നടക്കണം. ആചാര്യനും ജ്ഞാനയജ്ഞമില്ല. പക്ഷെ ജ്ഞാനയജ്ഞം നടത്തുമ്പോൾ വർഷാവർഷം അതിനുള്ള ഉയർച്ച നിങ്ങളുടെ അമ്പലത്തിന് 4 പേരുള്ള ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഭഗവാൻ ഏറ്റവും ഇഷ്ടാലയമോ ഏറ്റവും ഭക്തിയുള്ളവർ വരുന്നതാണ്. പക്ഷെ അതുമായിട്ട് എന്താ ക്ഷേമം? ഈ ഭക്തന്മാരെ വരുന്നേ. ഇവിടെ ക്ഷേമമാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്വാതന്ത്ര്യം എവിടെയെങ്കിലും ഇവിടെ നമുക്ക് എത്ര സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാം. ഗുരുവാഴ്ച നാളായ പോയി അത് ഭക്തി ഗുരുവായില്ലേ. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ എപ്പോഴും ദിവസമൊക്കെ വരിക. ഒരുമ, ഐക്യം, സേവനം എല്ലാം ഇവിടെ ക്ഷേത്രത്തിലാണ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കൂടുന്നത് അടുത്ത പ്രഭാഷണത്തിൽ ആരോ പറഞ്ഞോട്ടെ എന്ത് പറയുന്നു അയൽവാസികളെ വിളിച്ചുകൂടി വരിക. മഹാഭാവികൾ കേൾക്കട്ടെ, കേട്ടെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിക്കാം. കൊടുത്ത ഒരു വരവി കുറച്ച് വരുന്നവരൊക്കെ ആ പെട്ടിയിലെ അമ്പൂട്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്തോ വിളിച്ചിട്ടാണ് വരും. അതാണ് ഒരു കുഴപ്പം, വേറൊന്നുമില്ല. യജ്ഞം സമർപ്പിക്കാണ്. പക്ഷെ മനുഷ്യരുടെ അറിവുള്ളതൊന്നുമല്ല. ഈ യജ്ഞം നടത്തിയാൽ അതിന് ചുരി ഉണ്ടാവുന്ന അച്യുതൻ അതെന്ത് ചെയ്യും? മാറ്റിത്തരും. യജ്ഞം സമർപ്പിക്കാണ്. ഞങ്ങൾ അർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ കരോമി യജ്ഞ സകലം പരസ്മൈ നരാ